ഹായ് ഗൈസ്, വെൽക്കം ടു ദ നരേറ്റർ. ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ലിലിത്തിനെ പറ്റിയാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് ലിലിത്ത് എന്ന്? നമ്മൾ പലരും വിശ്വസിക്കുന്നത് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ സ്ത്രീ ഹവ്വയാണെന്നാണ്. പക്ഷെ ഹവ്വയാണോ? പുരാതന യഹൂദ ലിഖിതങ്ങളിലും നാടോടിക്കഥകളിലുമെല്ലാം ഹവ്വയ്ക്ക് മുമ്പേ ഒരു സ്ത്രീ ജനിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അവളുടെ പേരാണ് ലിലിത്ത്. ദൈവം ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവന് കൂട്ടായി മണ്ണിൽ നിന്ന് തന്നെയാണ് ലിലിത്തിനെയും സൃഷ്ടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ താൻ ആദമിന് തുല്യാണെന്ന് അവൾ വിശ്വസിച്ചിരുന്നു. പല കാര്യങ്ങളിലും അവൾ ആദമിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. എല്ലാ കാര്യത്തിലും തുല്യമായി തന്നെ അവൾക്കും അധികാരമുണ്ടെന്ന് അവൾ സ്ഥാപിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ ഈ തർക്കം രൂക്ഷമായതോടുകൂടി ലിലിത്ത് ഏദൻ തോട്ടത്തിൽ നിന്നും പറന്നു കയറുന്ന ഏതോ ചെങ്കടൽ പ്രദേശത്ത് പോയി താമസിച്ചു എന്നാണ് കഥ. ലിലിത്തിനെ തിരിച്ചു കൊണ്ടുവരാനായി ദൈവം സെനോയ്, സെൻസാനോയ്, ചെമ്മൻഗലോഫ് എന്നിങ്ങനെ 3 മാലാഖമാരെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ലിലിത്ത് തിരികെ പോകാൻ വിസമ്മതിക്കുകയും അതിന്റെ ശിക്ഷയായിട്ട് ഡെയിലി അവളുടെ 100ഓളം മക്കൾ മരിക്കുമെന്നും മാലാഖമാർ വിധി എഴുതി. മാലാഖമാർ ഇങ്ങനെ ശപിച്ചു കഴിഞ്ഞപ്പോ അവൾക്ക് അതീവ ദുഃഖം ഉണ്ടായി. അതിൽ പ്രകോപിതയായിട്ട് അവൾ ഈ ഗർഭിണികളെയും നവജാത ശിശുക്കളെയും എല്ലാം ഉപദ്രവിക്കുന്ന ഒരു രാത്രികാല രാക്ഷസിയായി മാറിയെന്നാണ് ഐതിഹ്യത്തിൽ പറയണത്. ലിലിത്തിന്റെ കഥ കേവലം ഒരു ഐതിഹ്യമല്ല, പല നൂറ്റാണ്ടുകളായിട്ട് പല സംസ്കാരങ്ങളിലും വിശ്വസിച്ചു വരുന്ന ഒരു സങ്കല്പമാണ്. ഈ ബൈബിൾ ചരിത്രത്തിന് മുമ്പേ തന്നെ പുരാതന മെസൊപ്പൊട്ടോമിയൻ സംസ്കാരമില്ലേ, അതായത് നമ്മുടെ സുമേറിയൻ, ബാബിലോണിയൻ പോലുള്ള ആ സംസ്കാരത്തിലെല്ലാം ലിലിത്തിന്റെ കഥ വളരെ പ്രചാരത്തിലുള്ളവയാണ്. ഈ ബൈബിൾ പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഡെയിലി ലിലിത്ത് ഒരു ചർച്ചയാവാൻ കാരണം ഈ ഉൽപ്പത്തി പുസ്തകത്തിലുള്ള 2 വിവരണങ്ങളാണ്. ഉൽപ്പത്തി 1:27 പറയണത് ദൈവം തന്റെ രൂപത്തിൽ മനുഷ്യരെ സൃഷ്ടിച്ചു എന്നാണ്. ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അതായത് ഇവിടെ 2 പേരെയും ഒരേ ടൈമിൽ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ രണ്ടാമത്തത് ഉൽപ്പത്തി 2:22, അതിലാണ് ആദമിന്റെ ഭാര്യയിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചതായിട്ട് പറയുന്നത്. ഈ 2 ഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പണ്ട് യഹൂദ വ്യാഖ്യാതാക്കൾ പറയണത്. ഈ ആദത്തിന് ഹവ്വക്ക് മുമ്പുണ്ടായ ഭാര്യയാണ് ലിലിത്ത് എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ലിലിത്തിനെ ആദാമിന്റെ ആദ്യ ഭാര്യയായി പറയുന്ന ഗ്രന്ഥം, പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അത് ആൽഫബറ്റ് ഓഫ് ബെൻസീറ എന്നാണ് അതിന്റെ പേര്. അതായത് ഏകദേശം ഒരു മധ്യകാലഘട്ടത്തിൽ, അതായത് AD 800 to 1000 ആ ടൈമിലാണ് ഈ ഗ്രന്ഥം ഇറങ്ങുന്നത്. അതിൽ വളരെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതായത് ആദമിനോട് തർക്കിച്ചിട്ട് ലിലിത്ത് ഏദൻ തോട്ടം വിട്ടുപോകുന്ന കാര്യമൊക്കെ. പിന്നെ ചില നിഗൂഢ കഥകൾ പ്രകാരം ഏദൻ തോട്ടം വിട്ടുപോയ ലിലിത്ത് പിന്നീട് സാമയേൽ എന്നു പേരുള്ള ഫാലൻ ഏഞ്ചലുമായിട്ട് പ്രണയത്തിലാവുകയും അവർ വിവാഹം കഴിച്ചു എന്നും ഒരു സൈഡിൽ പറയുന്നുണ്ട്. ലോകത്തിലെ തിന്മകളുടെ മാതാവായാണ് ലിലിത്തിനെ പല മാന്ത്രിക ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ലിലിത്ത് ഒരു രാക്ഷസിയായിട്ടല്ല ആൾക്കാർ കണ്ടേക്കണം. സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും തുല്യതയുടെയും ഒരു പ്രതീകമായിട്ടാണ്. അതേപോലെ തന്നെ പുരുഷാധിപത്യത്തിനെതിരെ തന്റെ വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച ഒരു സ്ത്രീയായിട്ടും ലിലിത്തിനെ എല്ലാവരും കാണുന്നുണ്ട്. ലോകത്തിലെ ആദ്യത്തെ സ്ത്രീയായ ലിലിത്തിനെ പറ്റി ഞാൻ അന്വേഷിച്ചറിഞ്ഞ വിവരങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പ്ലീസ് കമന്റുകളായി അത് രേഖപ്പെടുത്തും. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.